إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا فرغت فانصب وإلى ربك فارغب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ മുന്നോട്ട് നീക്കുന്ന ഉത്ബുദ്ധരായ സൽക്കർമ്മകാരികളാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള പരിശ്രമം പരിശുദ്ധ റമളാൻ എന്ന മാസം പിന്നിട്ടാലും സൽക്കർമ്മത്തിലൂടെ നേടിയെടുക്കുന്ന, നിലനിർത്തുന്ന മുവഹിദുകളും മുത്തഖീങ്ങളും ധർമ്മനിഷ്ഠ പാലിക്കുന്നവരുമാകുന്ന മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിനും ഈദിനും ശേഷമുള്ള ഷവ്വാലിലെ ആദ്യ ജുമുഅയിലാണ് ഇസ്ലാമിക സമൂഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലയളവ് റമളാനിക ദീനീ ജീവിത പരിശീലനം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള അടുപ്പം വർദ്ധിപ്പിക്കുവാനും അവസാനം മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും അതൊന്നുകൂടി ആവർത്തിക്കുവാൻ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ഈ നശ്വരമായ ജീവിത കാലയളവിനിടക്ക് അനിവാര്യമായും ഒരു മനുഷ്യന് ലഭിച്ചിരിക്കേണ്ട ഹിദായത്ത്, സന്മാർഗം നിങ്ങൾക്ക് നൽകി എന്നതുകൊണ്ട് തന്നെ വലിതുകബ്ബിറുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതാണ് ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, നമസ്കാരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നതിലൂടെ പറയുന്നതും. അതേപോലെ തന്നെ ഈദിൻ്റെ സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന അർത്ഥസമ്പുഷ്ടമായ വലിയ സന്ദേശം നമ്മൾ നമ്മോടും സമൂഹത്തോടും പറഞ്ഞുകൊണ്ടിരുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയവനെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ലാഹുവേ, നിന്റെ ഇഷ്ടത്തിനാണ് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നത് എന്ന് പറയുന്നതിലുപരിയായിക്കൊണ്ട് വിശുദ്ധ റമളാനിലെ രാപ്പകലുകളിലൂടെ നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്തു. നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താനും അള്ളാഹുവിൻ്റെ റിളയെ, അവൻ്റെ മഹബ്ബത്തിനെ പ്രതിഷ്ഠിക്കുവാനും സാധിച്ച സൽക്കർമ്മകാരികളാണ്. അള്ളാഹു റമളാനിലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. പൂർണ്ണമായ പ്രതിഫലം നൽകി ഈ വർഷം സമാഗതമായ റമളാനിൻ്റെ സായുജ്യം വരാനിരിക്കുന്ന അനശ്വരമായ പരലോക ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുവഹിദുകളിലും സ്വാഇമീങ്ങളിലും മുതസദ്ദിഖീങ്ങളിലും അതേപോലെ തന്നെ മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നേടിയെടുത്ത ജീവിതം മാസമാണ് പിന്നിട്ടത് എന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാ മാസങ്ങളിലും എല്ലാ ദിനങ്ങളിലും മണിക്കൂറുകളിലും നിമിഷങ്ങളിലും രാപ്പകൽ ഭേദമന്യേ ഒരു മുസ്ലിമിൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിതമാണ് എന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയണം. അതാണ് പള്ളിയിലേക്ക് കടന്നു വന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുമ്പോൾ, അതേപോലെ തന്നെ ജുമഅയിലെ 2 റക്അത്തിൻ്റെ ആരംഭത്തിൽ, എല്ലാ നമസ്കാരങ്ങളിലെയും പ്രാരംഭ പ്രാർത്ഥനയിലൊക്കെ റമളാനിൽ എന്നല്ല എല്ലാ സമയത്തും നമ്മൾ പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരങ്ങൾ, വനുസുകി, എൻ്റെ എല്ലാ ചര്യകളും, അത് പ്രത്യേക മാസമെന്നില്ല, എല്ലാ ചര്യകളും, വമഹ്യായ, എൻ്റെ ജീവിതം, അത് റമളാനിലായാലും ശവ്വാലിലായാലും ദുൽഖഅദയിലായാലും ദുൽഹിജ്ജയിലായാലും പുതുവർഷത്തിൻ്റെ ആദ്യ മാസം മുഹറമിലായിരുന്നാലും എവിടെയായിരുന്നാലും എൻ്റെ ജീവിതവും, വമമാതി, അങ്ങനെ എൻ്റെ വേർപാടും മരണവുമൊക്കെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ നാഥ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആ ഒരു ശ്രദ്ധയാണ് ഇനി അങ്ങോട്ട് നമ്മൾ ചെലുത്തേണ്ടത്. കാരണം ഒരു മുസ്ലിം മരിക്കുന്നത് വരെ സൽക്കർമ്മനിരതമായി മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ റമളാനിൽ നമ്മൾ നേടിയെടുത്ത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണമായ രീതിയായിരുന്നു. 11 മാസങ്ങളിൽ പലപ്പോഴും എന്തൊക്കെയാണോ നമ്മൾ വീഴ്ച വരുത്തിയത് എങ്കിൽ അതെല്ലാം നമ്മുടെ റമളാനിക ജീവിതത്തിലൂടെ നമ്മൾ വീണ്ടെടുത്തു. ഇനി അതിന് ഇസ്തിംറാർ, അതിന് തുടർച്ച ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വഅബ്ദു റബ്ബക, നീ നിന്റെ രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ അൽ മൗത്ത്, മരണമെന്നാണ്. മരണം വന്നണയുന്ന സമയം വരെ, മരണം പിടികൂടുന്നത് വരേക്കും നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീന അജലൻ ദൂനൽ മൗതി. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകളുടെ കർമ്മങ്ങൾക്ക് അവധി നിശ്ചയിച്ചിട്ടില്ല. അജലൻ, ഒരവധിയും, ദൂനൽ മൗത്ത്, മരണമല്ലാതെ കർമ്മങ്ങളിൽ നിന്ന് വിശ്രമമെടുക്കാൻ, കർമ്മങ്ങളോട് വിട പറയാൻ, അതേപോലെ ആചരിച്ചു വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ഒരു പ്രത്യേക മാസത്തിൽ മാത്രം പരിമിതപ്പെടുത്തി ആ മാസത്തിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളോടൊക്കെ അകലം പാലിച്ചുകൊണ്ട് പിന്നെ തനിച്ച ഭൗതികതയിലേക്ക് ചേക്കേറി അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. കാരണം മരണമാണ് അവനക്കുള്ള വിശ്രമം എന്ന് പറയുന്നത്, മരണമാണ് അവൻ്റെ അവധി എന്ന് പറയുന്നത്. അതാണ് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് വരെ നീ തീർച്ചയായും പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവേ, നിനക്കങ്ങനെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുമെന്ന് നമ്മൾ ഓരോരുത്തരും നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഇനി നമ്മൾ ഇസ്തിഖാമത്ത് നേടിയെടുക്കണം. റമളാനിക ജീവിതത്തിൽ നേടിയത് സ്ഥായിയായ ഇസ്ലാമിക ജീവിതമാണ് എങ്കിൽ അതിനെ നേരെ ചൊവ്വേ നിലനിർത്തുക എന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അൻ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ അസ്സഖഫി ഖാല ഖുൽതു യാ റസൂലല്ലാഹ്. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാൻ,
ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, പ്രവാചകരെ താങ്കൾ എനിക്ക് ഇസ്ലാമിൽ ഒരു വാക്ക് പറഞ്ഞു തരണം, ഒരാശയം പഠിപ്പിച്ചു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ബഅദക, താങ്കളല്ലാത്ത ഒരാളോടും എനിക്ക് ആശയവും ആ വാക്കും ചോദിക്കാൻ ഇടവരരുത്. അങ്ങനെയുള്ള ഒരു വാക്ക്, ഒരു സന്ദേശം പ്രവാചകരെ താങ്കൾ എനിക്ക് അറിയിച്ചു തന്നാലും. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഖാല ഖുൽ ആമൻതു ബില്ലാഹ്, നീ പറയണം ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്തഖിം, പിന്നെ ആ വിശ്വാസം ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വേ നീ നിലനിർത്തുകയും ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ ഇതാണ്, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, ആ വിശ്വാസം നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ വിശ്വാസം തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് റമളാനിൽ വിവിധ കർമ്മങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. റമളാനിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായ ഇസ്തിഖാമത്ത് നഷ്ടപ്പെടുത്തിയെങ്കിൽ അതെല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചവരാണ്. ഇനിയും പടച്ച റബ്ബിലുള്ള വിശ്വാസം ശരിയായ വിധത്തിൽ നിലനിർത്തുന്നു എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ, അതല്ലെങ്കിൽ അത് നമ്മിൽ ആത്മാർത്ഥമായി അനുഭവിച്ചറിയണമെങ്കിൽ റമളാനിൽ നമ്മൾ നിർവഹിച്ചതിനൊക്കെ തുടർച്ചയുണ്ടാക്കണം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ച് നമ്മൾ നിർവഹിച്ച കർമ്മങ്ങൾ ഏതൊക്കെയുണ്ടോ അത് അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി അവനിലേക്ക് കരങ്ങൾ ഉയർത്തണം. എത്ര ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ നിർവഹിച്ചാലും ഒരു കർമ്മം പടച്ച റബ്ബിന്റെ സവിധത്തിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ റമളാനുമായി ബന്ധപ്പെട്ട് അതിലെ വ്രതാനുഷ്ഠാനവുമായി രാത്രി നമസ്കാരം, നിർണയത്തിന്റെ രാവിലെ കഴിച്ചുകൂട്ടൽ, അതിലെല്ലാം ഈമാനം വഹ്തിസാബ, വിശ്വാസ ദൃഢത, പ്രതിഫലേച്ഛ, ഇഖ്ലാസ് ആത്മാർത്ഥത, തഖ്വ സൂക്ഷ്മത, ഖുശൂഅ് ഭയഭക്തി, ഇങ്ങനെ പല കണ്ടീഷനുമുണ്ട്. അതെല്ലാം പരമാവധി പാലിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഈ ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി എടുക്കപ്പെട്ട കഅബയുടെ നിർമ്മാണത്തിന് ശേഷം അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ആ കർമ്മം നിർവഹിച്ചിട്ട് പ്രവാചകന്മാരാണ് ആ കർമ്മം നിർവഹിച്ചത് എങ്കിലും സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് തേടുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നീ ഇത് സ്വീകരിക്കണമേ എന്നവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ റമളാനിൽ ചെയ്ത കർമ്മങ്ങളിൽ പോരായ്മകൾ ഉണ്ടാകാം, അതൊക്കെ അള്ളാഹു അങ്ങ് പരിഗണിച്ചോളും, അതിൻ്റെതായ രൂപത്തിലുള്ള പ്രതിഫലം നൽകിക്കൊള്ളും എന്ന് നമ്മൾ വിചാരിച്ച് ധരിച്ചു വശായത് കൊണ്ട് മാത്രം കാര്യമില്ല. സ്വീകരിക്കാൻ വേണ്ടി വിനയാന്വിതമായി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തണം. നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ നമ്മൾ അത് ഉൾപ്പെടുത്തണം. അള്ളാഹുവേ, എൻ്റെ റമളാനിക ജീവിതത്തിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നാവ് കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സാന്നിധ്യം കൊണ്ടും സേവനം കൊണ്ടുമൊക്കെ നിന്റെ ദീനിന്റെ വിഷയത്തിൽ നിരവധി കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ നീ ഖബൂൽ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ഐഹിക പാരത്രിക ജീവിതത്തിലേക്ക് എനിക്ക് ഖൈറായി തീരുകയുള്ളൂ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ പടച്ച റബ്ബിനോട് തേടി ആ പ്രതിഫലം ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് 5-6 മാസ കാലയളവ് റമളാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. പിന്നീട് വരുന്ന മാസങ്ങളിൽ വരാനിരിക്കുന്ന അടുത്ത വർഷത്തെ റമളാനിലേക്ക് ആയുസ് ദൈർഘ്യം ആരോഗ്യത്തോടെ എത്തിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിനോട് തേടിയിരുന്നു എന്നാണ്. അങ്ങനെ ഒരു വർഷത്തെ 12 മാസവും പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ഇന്നൊക്കെ ജീവിത തിരക്കുകൾ കിടക്ക് ചെയ്ത കർമ്മങ്ങളിലൊക്കെ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ട് പോലും അത് സ്വീകരിക്കാൻ വേണ്ടി പടച്ച റബ്ബിലേക്ക് കരമുയർത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നിടത്ത് പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി തേടണം. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ റമളാനിൽ നമുക്ക് കിട്ടിയ ഹിദായത്ത്, സന്മാർഗം, നേരെ ചൊവ്വയുള്ള ജീവിതം, അള്ളാഹുവിനെ അടുത്തറിഞ്ഞു രഹസ്യങ്ങളൊക്കെ തഖ്വയിൽ അധിഷ്ഠിതമാക്കി എവിടെയായിരുന്നാലും അള്ളാഹിന്റെ ശിആറുകളെ, ദീനിന്റെ അടയാളങ്ങളെ മാനിക്കാനും ആദരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മുടെ ഹൃദയത്തിന് മാർഗഭ്രംശം സംഭവിച്ചുകൂടാ. നമ്മളുടേതും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ആരൊക്കെ അള്ളാഹിന്റെ ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചുവോ, അള്ളാഹുവിന്റെ ദീനിനെ ആ ഒരർത്ഥത്തിൽ ആചരിച്ച് ഇഷ്ടപ്പെട്ടുവോ, ദീനിന്റെ വിധിവിലക്കുകൾ പാലിക്കപ്പെടുന്നത് സംതൃപ്തിയുണ്ടായോ എങ്കിൽ ഇനിയും ആ ഒരു സംതൃപ്തിയോടെ സമാധാനം ആഗ്രഹിച്ച് സൽക്കർമ്മനിരതമായി മുന്നോട്ടു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള
ഹിദായത്ത് നിലനിൽക്കേണ്ടതുണ്ട്. ആ ഒരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനും അള്ളാഹുവിനോട് നമ്മൾ തേടുക. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് പറയാൻ. അവ ഞങ്ങളുടെ എന്നതിൽ ആ ബഹുവചന പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ തേട്ടം പടച്ച റബ്ബിനോട് നമ്മൾ തേടേണ്ടത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്കിപ്പോൾ ഈ കാലത്ത് നേരെ ചൊവ്വേ എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ തൗഹീദി ബോധത്തിലൂടെ നമസ്കാരമൊക്കെ നിഷ്ഠയോടെ നിർവഹിച്ച് ദാനധർമ്മങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ദീനീപരമായ ജീവിതം നയിക്കുക എന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നാഥാ. ഇനി ഞങ്ങളുടെ ഹൃദയങ്ങളെ ആ ദീനീ ജീവിതത്തിൽ നിന്ന്, ആ സിറാത്തിൽ മുസ്തഖീമിൽ നിന്ന്, ഇസ്തിഖാമത്തിൽ നിന്ന് നീ തെറ്റിക്കരുതേ. അങ്ങനെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് സവിനയം അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നിരവധി പ്രാർത്ഥനകൾ ഹിദായത്തിന്റെ സ്ഥൈര്യത്തിന് വേണ്ടി, സന്മാർഗ സ്ഥിരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് ഔ സബ്ബിത് ഖൽബി അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം. എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം. ഏകവചന രൂപത്തിൽ, ബഹുവചന രൂപത്തിലൊക്കെ നമുക്കത് പ്രാർത്ഥിക്കാം. മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്ന നാഥാ, സർരിഫ് ഖുലൂബനാ ഇലാ ത്വാഅതിക്, നിന്നെ അനുസരിക്കുന്ന വിഷയത്തിൽ എൻ്റെ ഹൃദയത്തെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ കൈകാര്യം ചെയ്യണം. അല്ലാഹുവേ, നിന്നെ അനുസരിക്കുന്ന ഒരു ശീലം റമദാനിൽ ഉണ്ടായി. അത് റമദാനിന്റെ വല്ലാത്തൊരു ബറക്കത്താണ്, വല്ലാത്തൊരു അനുഗ്രഹമാണത്. പിശാചുക്കളെയൊക്കെ കെട്ടിയിടപ്പെട്ട, ബന്ധിക്കപ്പെട്ട ഒരു സമയമായിരുന്നു റമദാൻ. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട, നരക കവാടങ്ങൾ അടക്കപ്പെട്ട, സാമൂഹികമായും സംഘടിതമായും മാനസികമായും എല്ലായിടങ്ങളിലും നന്മ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇനി പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന അവസ്ഥയില്ല. മനുഷ്യ പിശാചുക്കളും ഒറിജിനൽ പിശാചുക്കളും ഒക്കെ സമൂഹം കീഴടക്കും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ അരങ്ങ് തകർക്കും. അവിടെയൊക്കെ മനസ്സാ വാചാ കർമ്മണ നീ നൽകിയ തസ്ഗിയത്തിന്റെ, തഖ്വിയത്തിന്റെ, തഖ്വയുടെ, തർബിയത്തിന്റെ തഖ്വിയത്തോടെ, ശക്തിബോധത്തോടെ ജീവിച്ചു മുന്നോട്ട് പോകാനുള്ള ആത്മീയ സാക്ഷരതയും സംസ്കരണവും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരേണമേ എന്ന് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സന്മാർഗ സ്ഥിരത, സൽക്കർമ്മ നിരതയിലൂടെ ഉറപ്പുവരുത്തുന്ന മുവഹ്ഹിദുകളായ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥന മാത്രം പോരാ, പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഉണ്ടാകണം. പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനവും പ്രവർത്തനമില്ലാത്ത പ്രാർത്ഥനയും രണ്ടും വ്രതാവിലാണ്. രണ്ടുമാണ് കൂടെ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ചും അള്ളാഹിനോടുള്ള അടുപ്പത്തെക്കുറിച്ചുമുള്ള ആയത്ത്, റമദാനിന്റെ വിധിവിലക്കുകൾ പറയുന്ന 4-5 സൂക്തങ്ങൾക്കിടക്ക് തന്നെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹിനോട് ഇങ്ങനെ തേടുന്ന സമയത്ത് വെറും തേട്ടം മാത്രമായി പരിമിതപ്പെട്ടാൽ പോരാ. അതിൻ്റെ കൂടെ റമദാനിലെ ജീവിതത്തിനും തുടർച്ചയുണ്ടാക്കണം. അതെങ്ങനെയാണ് തുടർച്ചയുണ്ടാക്കുക? അതിനാണ് ഇസ്തിംറാർ എന്ന് പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മളൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കർമ്മം നിർവഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന തറാവീഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ കലാമ് തിലാവത്തുൽ ഖുർആൻ, അതിന്റെ പാരായണ പഠനവും പങ്കുവെക്കലും പ്രബോധനവും, അതുപോലെ തന്നെ ദാനധർമ്മങ്ങള്, ഇങ്ങനെ ജമാഅത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് നിസ്കാരങ്ങള്, സേവന പ്രവർത്തനങ്ങള്, സഹാനുഭൂതിയുടെ മാസം, ഇതിലൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തത് എങ്കിൽ ഇനി പറയാൻ പോകുന്ന ഹദീസ് കൂടി നിങ്ങൾ വരാനിരിക്കുന്ന എല്ലാ മാസങ്ങളിലേക്കും, ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലേക്കും, കർമ്മ മേഖലകളിലേക്കും ഒക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. പ്രവാചകൻ പറയാൻ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ലാ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, പടച്ച റബ്ബിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം എന്ന് പറയുന്നത് അഹബ്ബ് എന്നാ പ്രയോഗിച്ചത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? റമദാനിന്റെ ഒരു മാസം ആവേശത്തോടു കൂടി നിർവഹിച്ച കർമ്മമല്ല. രാത്രി നമസ്കാരമൊക്കെ ആവേശത്തിന്റെ അങ്ങേ തലയിൽ 2:30 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്ന ശീലങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ ഖുർആനുമായി അഭേദ്യമായ ബന്ധം പുലർത്തി ഒരു മനുഷ്യൻ അദ്ദേഹം റമദാനിൽ 10-ലധികം തവണ വിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്ത് തീർത്തു, അല്ലേ? ഞാനിങ്ങനെ
അവസാനം റമദാന്റെ സമയത്ത് ഒരു ഉത്ബോധന പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയാൻ 10-ലധികം തവണ അത്ഭുതപ്പെട്ടുപോയി, ആഗ്രഹിച്ചുപോയി, നന്മയിൽ അസൂയപ്പെട്ടുപോയി. സഹോദരന്മാരെ, സഹോദരികളെ, ഇത്രയും നിർഭയത്വമുള്ള ഈ മിമ്പറിൽ വെച്ച് പലസ്തീനിന്റെയും ഗസയുടെയും വിഷയത്തിലുള്ള പല പരാമർശങ്ങളും ഓതന്റിക്കായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പങ്കുവെക്കപ്പെട്ടിട്ട്, അതേപോലെ തന്നെ മൊബൈലുകൾ പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ സമൂഹം അതിൽ നിന്നൊക്കെ വേറിട്ടവരായി സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട റമദാന് കിട്ടിയിട്ട് ഖുർആൻ അവതരിക്കപ്പെട്ട ഈ മാസത്തിൽ ഖുർആനിൽ നിന്ന് ഒരു ജുസ് ഓതി തീർക്കാത്ത ആളുകൾക്ക് എന്ത് പെരുന്നാളാണ്, എന്ത് ജുമഅയാണ്, എന്ത് റമദാനാണ്, എന്ത് റമദാനിന് ശേഷമാണ്. 10 ജുസ് പിന്നിടാത്ത ആളുകളെ വലിയ അലോസരങ്ങളൊന്നുമില്ലാതെ അള്ളാഹ് അനുഗ്രഹിക്കുകയാണ്. വീണ്ടും വീണ്ടും നമ്മളെ വീണ്ടെടുക്കാനും വീണ്ടും വിചാരം നടത്താനും നമുക്ക് ഒരുക്കമുണ്ടോ ആലോചിക്കേണ്ടതുണ്ട്. എങ്കിൽ നിരാശപ്പെടണ്ട, തൗബ ചെയ്ത് മടങ്ങുക, തെറ്റി തിരുത്ത അള്ളാഹിനോട് പറയുക, നാഥാ നീ ആയുസ് തന്നു, നീ ആരോഗ്യം തന്നു, നീ മരണം കൊണ്ട് എൻ്റെ ആയുസ്സിനെ നീ പിടിച്ചെടുത്തില്ല, ആക്സിഡന്റിൽ പെടുത്തിയില്ല, മാറാ രോഗങ്ങൾ തന്നില്ല, അരക്ഷിതമായ സാമൂഹിക ചുറ്റുപാട് തന്നില്ല. എന്നിട്ടും ഞാൻ നീ സൂറത്തുൽ ആദിയാത്തിൽ പറഞ്ഞതുപോലെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹുവേ എന്നെ കുറിച്ചാണോ ആ പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നിങ്ങളെ കുറിച്ചാണോ ആ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ഇനിയും നമുക്ക് ആയുസ്സുണ്ട്, ശ്വാസോച്ഛ്വാസമുണ്ട്, റമദാനിന് ശേഷം ശവ്വാലുണ്ട്. അവസാനിപ്പിക്കരുത് കർമ്മങ്ങൾ. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് അദ്വമുഹാ, ശീലമാക്കുന്ന കർമ്മങ്ങളാണ്, പതിവാക്കുന്ന കർമ്മങ്ങളാണ്. വൈൻ കല്ല, മനുഷ്യന്റെ മനഃശാസ്ത്രം അറിയുന്ന, മനുഷ്യന്റെ പരിമിതി അറിയുന്ന അള്ളാഹു തന്റെ അടിമകളോട് വദൂദ്, സ്നേഹിക്കുന്നവനാണ്, ഇഷ്ടപ്പെടുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. നമ്മുടെ വിഷമങ്ങളും വിഷയങ്ങളും പരിമിതിയും ഒക്കെ അള്ളാഹ്ക്ക് അറിയാം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് വൈൻ കല്ല, ഇനി കുറഞ്ഞാലും റമദാനിന്റെ ആവേശത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ശവ്വാലിനും തുടർന്ന് വരുന്ന മാസങ്ങളിലും അടുക്കാൻ സാധിക്കാതിരുന്നാലും വേണ്ടിയില്ല, പറ്റ നിങ്ങൾ നാഥനെ മറക്കരുത്, ഈ ദീനിനെ നിങ്ങൾ മറക്കരുത്, പള്ളിയോട് നിങ്ങൾ അകലരുത്. ഖുർആൻ പൊടിപിടിക്കുന്ന രൂപത്തിൽ നിങ്ങൾ വീടുകളിലെ ഷോക്കേസുകളിലും അലമാറകളിലേക്കും നിങ്ങൾ മാറ്റിവെക്കരുത്. അങ്ങാടിയിൽ പോലും കണ്ടാൽ പരിചയമില്ലാത്ത പോലെ പെരുമാറുന്നു എന്ന രൂപത്തിലൊക്കെ പല ആളുകളെ കുറിച്ച് പറയാറുണ്ട്. ആ കോലത്തിൽ നമ്മൾ അള്ളാഹുമായി ആയിത്തീരാൻ പാടില്ല. കാലം കലുഷിതമാണ്, വല്ലാത്ത പ്രയാസമാണ്, കൂടുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷണങ്ങൾ വന്നണഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റിസൾട്ടുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നേടിയെടുത്തത് നഷ്ടപ്പെടുത്തി ഹതഭാഗ്യരിൽ ഉൾപ്പെട്ട് അള്ളാന്റെ കാരുണ്യ കടാക്ഷത്തിൽ നിന്ന് സാമൂഹികമായി, ദേശീയമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി, ധാർമ്മികമായി, വിശ്വാസപരമായി അകലുന്ന ആളുകളിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല. ഈ ഉമ്മത്തിന്റെ നിർണായകമായ ദശാസന്ധിയിലൂടെയാണ് ആഗോളതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹദീസ് അന്വർത്ഥമാക്കണം നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം അങ്ങേയറ്റം ആവശ്യമുള്ള, നിന്റെ സംരക്ഷണം അങ്ങേയറ്റം അനിവാര്യമായി തീരുന്ന ഒരു സാമൂഹിക രംഗത്താണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന നിലയ്ക്ക് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കണം. അതെങ്ങനെയാണ് അടുക്കുക? ഒന്ന്, വിശുദ്ധ ഖുർആനുമായി. റമദാനിൽ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഷെഡ്യൂൾ ചെയ്ത് ഓരോ ജുസും ഓതി തീർത്തു എങ്കിൽ, 1-2 പേജ് ഓതി തീർത്തു എങ്കിൽ റമദാനിനെ മാറ്റി വെക്കണ്ട, തിരിച്ചു പിടിക്കുക. വെള്ളിയാഴ്ച ഖുർആൻ ഓതണം, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഖുർആൻ ഓതണം. മഗ്‌രിബിന് ശേഷം വീട്ടിൽ 5 മിനിറ്റെങ്കിലും ഖുർആൻ ഓതണം. സുബഹിക്ക് ശേഷം ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതണം. 1 മണിക്കൂർ ആഴ്ചയിൽ ഒരിക്കൽ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണം. അങ്ങനെ നമ്മളും കുടുംബവും വീണ്ടും പടച്ച റബ്ബിന്റെ കലാമുമായി ബന്ധപ്പെടുത്തി വീണ്ടും അതാ ഒരു പുതുപ്രതിജ്ഞ, പ്രായോഗികമായ നടപടിക്രമം റമദാനിൽ ഖുർആനുമായി ആവേശത്തോടു കൂടിയുള്ള വിജ്ഞാന പരീക്ഷകളും പഠനങ്ങളും ഖുർആൻ സംഗമങ്ങളും പാരായണങ്ങളും നടന്നു എങ്കിൽ ഞങ്ങളിതാ മഗ്‌രിബിന് ശേഷം ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതി അതിന്റെ തുടർച്ച നിലനിർത്തും. വൈൻ കല്ല, കുറച്ച് ആയത്തുകൾ കുറഞ്ഞാലും റമദാനിൽ മഗ്‌രിബിന് ശേഷം ഒരു ജുസ് ഓതിയെങ്കിൽ 1 പേജ് ഓതിയാൽ മതി. റമദാനിൽ 1 പേജ് ഓതിയെങ്കിൽ, റമദാനിൽ ഒരു ദിനത്തിൽ 1 പേജ് ഓതിയെങ്കിൽ നിങ്ങൾ 5 ആയത്തെങ്കിലും ഓതിയാൽ മതി. ഒന്ന് മൊബൈൽ ഓപ്പൺ ചെയ്യുക, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ 1 മിനിറ്റ് ഇരിക്കുക. അങ്ങനെ ഓതി റമദാനിന്റെ സമയത്ത് 10 ജുസ് ആണ് ഓതി തീർത്തത് എങ്കിൽ 11-ാമത്തെ ജുസിലേക്ക് ഈ ശവ്വാലിൽ കടക്കണം. അങ്ങനെ അടയാളം വെച്ച് 1-2 മാസം കൊണ്ട് റമദാനിൽ നമ്മൾ ആഗ്രഹിച്ച
ഉദ്ദേശിച്ചത് 1-2 മാസത്തിനകം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ എത്രമേൽ ഹൃദ്യമായിരുന്നു, നയനാനന്ദകരമായിരുന്നു. മുസ്ലിം മഹല്ലുകളിലെ മസ്ജിദുകളുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹം ആ രാത്രി നമസ്കാരത്തിന് വേണ്ടി, തറാവീഹിന് വേണ്ടി ഒരുമിച്ചുകൂടി അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അതൊരു ആവേശത്തിൽ നമ്മൾ ഒതുക്കി തീർക്കാതെ അതിന് തുടർച്ചയുണ്ടാക്കണം. എങ്ങനെയാ തുടർച്ചയുണ്ടാക്കേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, ഇശാ നമസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സുബഹി ബാങ്കിന്റെ ഇടയിലായിട്ട് മാക്സിമം 11 റക്അത്ത്, മിനിമം 1 റക്അത്ത്. മകാന യസീദു റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. പ്രവാചകൻ റമളാനിലോ അല്ലാത്ത കാലത്തോ 11 റക്അത്തിലധികം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ റമളാനിൽ മാത്രം 11 റക്അത്ത്, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇത് നബിചര്യയല്ല, ഇത് പതിവാക്കുന്ന കർമ്മല്ല. റമളാൻ അല്ലാത്ത കാലത്തും റസൂൽ രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നു എന്നാണ്. ഇനി 11 നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 9 നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 7 നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 5, അതല്ലെങ്കിൽ സബ്ബിസ്മ ഖുലിയാൽ കാഫിറൂൻ ഖുലു അല്ലാഹു 3 റക്അത്ത്. അതിനുമുള്ള ഈമാനിലേക്ക്, ജീവിതത്തിലെ സംയമനത്തിലേക്ക്, തിരക്കുകൾക്കിടക്ക് മനസ്സിനെ പിടിച്ചു കെട്ടി നിർവഹിക്കുന്നതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള നമ്മളോട് ആ പ്രവാചകൻ പറഞ്ഞത്, മുസ്ലിമേ, നീ ഉറങ്ങുന്നതിന് മുമ്പ് 1 റക്അത്ത് കൊണ്ട് പ്രാരംഭ പ്രാർത്ഥന, ഫാത്തിഹ, ഇഖ്ലാസ്, ഖുൽ അല്ലാഹു അഹദ് ഇത് ഓതി 2 റുകൂഉം 2 സുജൂദൊക്കെ ചെയ്ത് സലാം വീട്ടുക. 2 മിനിറ്റ് 5 മിനിറ്റ് ചെലവഴിക്കണം. നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ ചോദിക്കുക, ഇണകളോടൊക്കെ പറയുക, 1 റക്അത്തെങ്കിലും നമുക്ക് ഡെവലപ്പാക്കി 3 റക്അത്തിലേക്ക് എത്തിക്കണം. പിന്നെ അതിന്റെ ശ്രേഷ്ഠമായ സമയം അത്താഴത്തിനൊക്കെ 4 മണിക്ക് നമ്മൾ എഴുന്നേറ്റില്ലേ, ഇനി നമ്മുടെയും മക്കളുടെയും ഉമ്മത്തിന്റെയും നന്മക്ക് വേണ്ടിയും പ്രാർത്ഥനക്ക് വേണ്ടിയും ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദാക്കി രാത്രി നിസ്കരിക്കാൻ നമുക്കൊരു 5 റക്അത്ത്, ഒരു 7 റക്അത്ത് എന്ന നിലയിലേക്കൊക്കെ ഈമാനിന്റെ നിലവാരം അനുസരിച്ച് നമുക്കതിനൊക്കെ പുതുക്കാനും പുതുമയുള്ളതാക്കാനും തുടർച്ചയുള്ളതാക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് കർമ്മങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കുക എന്ന് പറയുന്നത്. ഏത് കാര്യവും ഇനി ജമാഅത്ത് നിർബന്ധ കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കേണ്ട ആവശ്യമില്ല. നിർബന്ധമല്ലാതെ നമ്മൾ ശീലിച്ച ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള. നിർബന്ധം ഏതായാലും ഒരു മുസ്ലിം ആദ്യം പറഞ്ഞ ആയത്താണ് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരിക്കുന്നത് വരെ നിർബന്ധമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. എന്നാൽ ഇസ്ലാമിക ജീവിതത്തിന്റെ പൂർണ്ണത, അള്ളാഹുവിലേക്കുള്ള അടുപ്പം എന്ന് പറയുന്നത് അതല്ലാത്ത കർമ്മങ്ങൾ നിർവഹിക്കാൻ തുടങ്ങിയതൊക്കെ തുടർച്ചയുണ്ടാക്കി കൊടുക്കുന്നതിലാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, റമദാനിൽ മാത്രമല്ല പട്ടിണിയും പ്രയാസവും പരിവട്ടങ്ങളും റമദാൻ കഴിഞ്ഞാലും പല ആളുകൾ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ പറയാറുണ്ട്, അകത്ത് നോമ്പും പുറത്ത് പെരുന്നാളുമായി ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടുമുട്ടും. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അഗതികളായിരിക്കും അവർ, യാചിക്കുകയില്ല, ചോദിക്കുകയില്ല, അകത്ത് നോമ്പായിരിക്കും, പുറത്ത് പെരുന്നാൾ ചിരിക്കും, സലാം പറയും. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഇനിയും കണ്ടെത്തി അവരോടൊക്കെ കാരുണ്യം കാണിച്ച് കടന്നു ചെന്ന് റമദാനിലൊക്കെ നേടിയെടുത്ത സഹാനുഭൂതിയുടെ, നന്മയുടെ, ക്ഷേമത്തിന്റെ പടപ്പുകളിലേക്ക് ഇറങ്ങിത്തിരിക്കലിന്റെ തുടർച്ചയും നമ്മൾ സമയം കണ്ടെത്തി നിർവഹിക്കണം. ഇങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെതായ അളവിൽ അല്പം കുറഞ്ഞു പോയാലും ക്വാളിറ്റി, അതിൻ്റെ പ്രതിഫലേച്ഛ, ഗുണനിലവാരം നഷ്ടപ്പെടാത്ത വിധത്തിൽ നിർവഹണ തുടർച്ചയുണ്ടാക്കുക. അതാണ് ആമുഖമായി ഓതിവെച്ച 30-ാം ജുസിലെ സൂറത്തു ഷറഹിലെ ആയത്ത് ഫൈദാ ഫറഗത ഫൻസബ്. ഒരു മുസ്ലിം ഒന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് എന്ന നിലക്കാണ്. അവ പടച്ച റബ്ബിൽ എല്ലാ പ്രീതിയും പ്രതീക്ഷയും കൈവരിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് നന്മകളിൽ നിന്ന് നന്മകളിലേക്ക് അങ്ങനെ മുന്നോട്ടു പോകുന്ന ജീവിതത്തിനിടക്കായിരിക്കണം മരണത്തിന്റെ വിഷയം. തുടർച്ചയായി മിമ്പറിൽ ഖുത്ബ നടത്തിയപ്പോൾ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം മരിച്ചു പിരിയുന്നത് ബിഅറക്കിൽ ജബീൻ, നെറ്റിത്തടത്തിലുള്ള സൽക്കർമ്മത്തിന്റെ വിയർപ്പ് കണവുമായിട്ടായിരിക്കും ഒരു മുസ്ലിം മരിക്കുക എന്നതാണ്. അപ്പോൾ റമദാനിൽ വിയർപ്പ് കണമുണ്ടായി ശവ്വാലിലും ദുൽഖഅദയിലേക്കും എത്തുമ്പോൾ അധർമ്മത്തിന്റെയും അതേപോലെ തന്നെ നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതിന്റെയും ഒക്കെ വല്ലാത്ത ദുർഗന്ധം വമിച്ച് അള്ളാഹിനോടുള്ള അകൽച്ച വർദ്ധിപ്പിച്ചായിരിക്കരുത് സൽക്കർമ്മത്തിന്റെ വിയർപ്പ് കണവുമായി അള്ളാഹുവിന്റെ മഹബ്ബത്തും റിളയും നേടിയെടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് കഴിയണം. അതിൻ്റെതായ ആസൂത്രണങ്ങൾ, തുടർ കർമ്മ പദ്ധതികളിൽ കുടുംബവുമായി കൂടിയാലോചിച്ച് നടപ്പിൽ വരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയിൽ, മസ്ജിദിൽ, സൽക്കർമ്മങ്ങളിൽ, നിർബന്ധ നമസ്കാരങ്ങളിൽ, സേവന പ്രവർത്തനങ്ങളിൽ, ദിക്ർ ദുആകളിൽ, തിലാവത്തുൽ ഖുർആനിൽ, ഖുർആൻ മജ്ലിസിൽ, ദഅവ പ്രവർത്തനങ്ങളിൽ എല്ലാം ഇസ്ലാമിന്റെ ടോട്ടാലിറ്റി തുടർന്ന് നിർവഹിക്കുന്ന ഉത്ബുദ്ധരായ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദി അൻഅമനാ
وأسعدنا وأطيبنا بهذا اليوم المبارك، وهو الذي شرع لنا الصيام والصلاة والزكاة والحج والعبادات الصالحة، والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രത്യേക ദിവസ മാസ വർഷ വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പടച്ച റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുന്ന വിശ്വാസികളിൽ വിവേകികളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാലയളവിനടക്കുള്ള വെക്കേഷൻ കടന്നു വന്നിരിക്കുകയാണ്. പരീക്ഷാ തിരക്കുകളിൽ നിന്ന് ഒഴിവ് കാലത്തിലേക്ക് പോകുമ്പോൾ, അതും ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കൾ അജണ്ട നിർണയിച്ചു കൊടുക്കണം. യാത്രകൾ, മറ്റുള്ള കാര്യങ്ങൾ, കർമ്മ പദ്ധതികൾ, കുടുംബ സന്ദർശനങ്ങൾ, രോഗീ സന്ദർശനങ്ങൾ, മക്കളും ഒന്നിച്ച് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാത്ത വിധത്തിലുള്ള ഉല്ലാസങ്ങൾ, വിനോദങ്ങൾ, ഇതൊക്കെ ആകാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഇന്നും ഈ ഖുത്ബക്ക് വരുന്ന സമയത്ത് സ്ഥലം എൻ്റെ ഓർമ്മയിലില്ല, 2 കുട്ടികൾ മുങ്ങി മരിച്ചിരിക്കുകയാണ്. മരണം പടച്ച റബ്ബിൻ്റെ ഖദായിലും ഖദറിലുമാണെങ്കിലും നമ്മൾ തവാക്കുലാകരുത്, തവക്കുൽ ഉണ്ടാകണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഒക്കെ ശ്രദ്ധിക്കണം, എന്നിട്ടാണ് പടച്ച റബ്ബിൽ ഭരമേൽപ്പിക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ, അതേപോലെ അപകടങ്ങൾ, ആക്സിഡൻറ്റുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ കാലയളവിൽ, ഈ ഒഴിവ് സമയത്താണ് അപകടങ്ങളൊക്കെ വർദ്ധിക്കാറുള്ളത്. കാരണം കുടുംബ സന്ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ പരിചിതമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നദികൾ, കുളങ്ങൾ, ആഴമുള്ള സ്ഥലങ്ങൾ, ഇതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകും. അതേപോലെ തന്നെ യാത്രകൾ, നമ്മുടെ മക്കൾ ടീനേജ് പ്രായമാണ്. അപ്പോൾ അവരൊക്കെ ബൈക്ക്, കാറ്, അവരുടെ സുഹൃത്തുക്കളും ഒന്നിച്ചുള്ള യാത്രകൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. റമദാനിൽ നേടിയെടുത്തതൊക്കെ ഒരൊറ്റ യാത്ര കൊണ്ട്, ഒരൊറ്റ ലഹരിയിലൂടെ, MDMA 2 ഗ്രാമിലൂടെ നഷ്ടപ്പെടുത്തുന്ന എത്രയോ കണ്ണീർ കാഴ്ചകൾ നമ്മുടെ അനുഭവങ്ങളിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ രക്ഷിതാക്കൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയും പ്രതികൂലമാണ്, ചൂടാണ്, നമുക്കറിയാമല്ലോ. എല്ലാവരും ഇപ്പം മസ്ജിദുകളും ഹൈപ്പർ മാർക്കറ്റുകളും ടെക്സ്റ്റൈൽസുകളൊക്കെ തിരഞ്ഞു നടക്കുകയാണ്. എന്താ കാരണം? അവിടെയൊക്കെ AC ഉണ്ട്. ഒന്നും വാങ്ങിയില്ലെങ്കിലും കയറി നിന്നൊന്ന് ചൂട് എന്ത് ചെയ്യുക, പിന്നെ കൊള്ളുന്നതിൽ നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാക്കാം എന്ന നിലക്കൊക്കെ ആളുകൾ എന്ത് ചെയ്യാണ്, അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ നീയത്തനുസരിച്ചാണ് ഏതായാലും. പക്ഷേ അപ്പോൾ ചൂടൊക്കെ കൂടി, കാലാവസ്ഥ ഒക്കെ പ്രതികൂലാകുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? വെറും AC തണുപ്പ് മാത്രം കിട്ടിയാൽ മതിയാകൂല. എല്ലായിടത്തും എല്ലായ്പ്പോഴും AC ഉണ്ടാകൂല. AC വർക്ക് ചെയ്താൽ വെള്ളം ഉണ്ടാകൂല. മാത്രമല്ല CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ കൂടുമ്പോൾ വീണ്ടും ചൂട് വർദ്ധിക്കുകയാണ് ചെയ്യുക. മഴ തന്നെ ലഭിക്കണം. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു നല്ല മഴ നൽകുമാറാകട്ടെ. മഴയില്ലാതൊരു വകുപ്പുമില്ല. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹ് പറഞ്ഞില്ലേ, വെള്ളണ്ട് വറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫമയതീക്കും ബിമാഇൻ മഗീൻ, പിന്നെ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തരാനുള്ളത് എന്ന നമ്മുടെ എല്ലാ ആവേശവും ഹുങ്കും എല്ലതും ഇല്ലാതാകും. വെള്ളം കിട്ടേണ്ട വിധത്തിൽ കിട്ടാതായി കഴിഞ്ഞാൽ, ഗസയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല. കുളിക്കാൻ പോകട്ടെ, കുടിക്കാൻ തന്നെ വെള്ളമില്ല. ഒരു ടോയ്ലറ്റിൽ 300-500 ആളുകളാണ്. 10-13-17 ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി. അവരിങ്ങനെ ഒരു കീറത്തുണിയും ടാർപോളിയും കൊണ്ട് മറക്കപ്പെട്ട ടെൻറ്റുകൾ ബാത്റൂം ആക്കിയിട്ടൊക്കെ പിന്നെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആലോചിക്കണം. അതുകൊണ്ട് വെള്ളം അമൂല്യമാണ്. ഒതു കൊടുക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ മക്കൾ എത്ര സൗകര്യം ഉണ്ടെന്ന് വിചാരിച്ച് എനിക്കത്രയും വെള്ളമുണ്ട് എന്ന ധാരണയിൽ അഹങ്കരിക്കാൻ പാടില്ല. വളരെ കുറഞ്ഞ അളവ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അനിവാര്യമെങ്കിൽ 3 തവണ, ഇനിയും ചൂട് കൂടി വെള്ളം കുറഞ്ഞാൽ 3 തവണ എടുക്കൽ സുന്നത്താണ്, അല്ലേ? 1 തവണ നിർബന്ധമാണ്. ആ 1 തവണയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. പൈപ്പ് തുറന്ന് ഉളുവെടുക്കുന്ന ഇടവേളക്കിടക്ക് വെള്ളം ഒഴുക്കിക്കളയുന്ന ശീലമൊക്കെ അവസാനിപ്പിക്കണം. തഖ്വ, ശ്രദ്ധ ഉണ്ടാകണം. ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നീ ഉളുവെടുക്കുന്നതെങ്കിലും നിനക്ക് ആവശ്യമുള്ളതേ നീ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ അനുചരനോട് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട സമയം കൂടിയാണിത്. അപ്പോൾ പറഞ്ഞു വരുന്ന നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒഴിവുകാലത്ത് ശ്രദ്ധ വേണം. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മക്കൾക്കൊക്കെ മോറൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങും. അപ്പോൾ ഇതുവരെ നമ്മൾ അവരുടെ ഒഫീഷ്യൽ അക്കാഡമിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ ഒരു മുസ്ലിമിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളാണ് അവൻ്റെ ദീനി എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ 2 ലോകത്തും വിജയം വരിക്കുന്ന മക്കളാകണം. അതിന് വിദ്യാർത്ഥി സംഘടനകൾ, ഇസ്ലാമിക സംഘടനകളൊക്കെ ഒഴിവുകാലങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിനനുസരിച്ചുള്ള പിന്നെ ഷെഡ്യൂളുകൾ, തിയോളജി, ദൈവശാസ്ത്രവും അനുഷ്ഠാന മുറകളും പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കപ്പെടും. അവിടേക്കൊക്കെ നമ്മുടെ ടീനേജ് പ്രായത്തിലുള്ള മകനെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പ്രായത്തിലുള്ളവരൊക്കെ പറഞ്ഞേക്കണം. കാരണം ചെറിയ 8 പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അവർക്ക് മദ്രസ അലിഫും ബാവും അറിഞ്ഞതാണ്.
ജമ്മും കസറൊക്കെ അന്ന് പഠിച്ചു പോയതാ. പിന്നെ എന്ത് ജമ്മ്, എന്ത് കസറ്, എന്ത് ഇസ്ലാമിക വിധവിലൊക്കെ, എങ്ങനെയൊക്കെയാണ് ആണും പെണ്ണും പെരുമാറേണ്ടത്, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ. എടവണ്ണപ്പാറയിൽ നിന്ന് കരാട്ട പഠിക്കാൻ പോക്സോ കേസ് പ്രതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആ പ്രതി തന്നെ സ്പർശിക്കാറുണ്ട് എന്ന്, പ്രായപൂർത്തി എത്തിയ തന്നെ ഒരു അന്യപുരുഷൻ സ്പർശിക്കുന്ന സമയത്ത് അത് സദാചാര വിഘ്നമാണ്, അത് വലിയ പാതകമാണ്. അങ്ങനെയുള്ളതിന് ഞാൻ നിന്നു കൊടുക്കാൻ പാടില്ല. അതെൻ്റെ ചാരിത്രവും എൻ്റെ സന്മാർഗവും എൻ്റെ ധാർമ്മിക ലൈംഗിക വിശുദ്ധിയും നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് എന്ന നിലക്ക് ആ കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയാതെ പോയത് ആ കുടുംബത്തിന് ആ വിഷയത്തിൽ സാക്ഷരതയും നിഷ്കർഷവും ഇല്ലാതെ പോയത് കൊണ്ടാണ്. അപ്പം നമ്മുടെ മക്കളൊക്കെ അറിയണം ആൺകുട്ടി ആരാണ്, പെൺകുട്ടി ആരാണ്, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്. ഇനി റമദാനൊക്കെ കഴിഞ്ഞ് സ്കൂളുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ധാർമ്മികമായും വിശ്വാസപരമായും സദാചാരപരമായും കപ്പാസിറ്റിയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണം. യുക്തിവാദത്തിൻ്റെ, നിരീശ്വര നിർമ്മതവാദത്തിൻ്റെ, നാസ്തികതയുടെ, ലൈംഗിക ആഭാസത്തിൻ്റെ, ലിബറലിസത്തിൻ്റെ, LGBTQ-ൻ്റെ ഏതൊക്കെ പതിപ്പുകളാണ് ഇനി ഈ 2024 ഓൺവേർഡ്സ് ഈ വർഷത്തിൻ്റെ ബാക്കി മാസങ്ങളിലും കാലയളവുകളിലും സോഷ്യൽ മീഡിയകളിലും ക്യാമ്പസുകളിലും അരങ്ങ് തകർക്കുന്നതെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ആ സമയത്ത് നമുക്ക് സംതൃപ്തിപ്പെടാൻ കഴിയണം. എൻ്റെ മക്കൾക്ക് ഞാൻ നിലക്കൊള്ളുന്ന തൗഹീദിൻ്റെ ബാറ്റൺ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരത്തിൻ്റെ നിർവഹണവും നിഷ്ഠയും പ്രാധാന്യവും പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബത്തിൽ ജീവിതത്തിൻ്റെ വഴിയും വെളിച്ചവുമാകുന്ന വിശുദ്ധ ഖുർആൻ തുറന്നു വെക്കപ്പെട്ട് പാരായണവും അതിൻ്റെ മനോഹരമായ ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ടീനേജ് പ്രായത്തിന് സംതൃപ്തി നൽകുന്ന വിധത്തിലുള്ള സൈക്കോളജിക്കലായ അപ്രോച്ചും യാത്രകളും അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്തിൻ്റെ ഇന്നലെയുടെ ഭരണാധികാരി പറഞ്ഞതുപോലെ ടീനേജ് പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ സോഹിബുഹു, നീ നിന്റെ മകളുടെ ചങ്ക് ബ്രോ, ഫ്രണ്ട്, കൂട്ടുകാരിയായി തീരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൊക്കെ ഈ ദീനിൻ്റെ മനോഹാരിതയെ ഈ വെക്കേഷൻ കാലയളവിൽ കൃത്യമായി പഠിച്ചെടുക്കാനും പ്രാവർത്തികമാക്കാനും അങ്ങനെ റമദാനിൽ നേടിയെടുത്തതൊക്കെ ഇനി ദാമ്പത്യ, കുടുംബ, സാമൂഹിക, പാരന്റിങ് അടക്കമുള്ള, മഹല്ലടക്കമുള്ള നമ്മുടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലേക്കൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രവാചക ചര്യക്കനുസരിച്ചു കൊണ്ടുള്ള നിലപാടുകളെ വ്യക്തമാക്കി നേടിയെടുത്തത് മുന്നോട്ട് കൊണ്ടുപോകാനും നേടിയെടുക്കാനുള്ളത് ഉടനെ നേടിയെടുക്കാനും അതിനുവേണ്ടി വെക്കേഷൻ കാലയളവിനെ ഉപയോഗപ്പെടുത്താനും സജീവ ശ്രദ്ധ എല്ലാ അർത്ഥത്തിലും കുടുംബത്തിൻ്റെയും ഇതരരുടെയും വിഷയത്തിലൊക്കെ പതിപ്പിക്കുവാനുമുള്ള ആ ഒരു കാര്യബോധവും നമ്മൾ കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിൽ ഞങ്ങൾ നേടിയെടുത്ത ധന്യമായ ജീവിതത്തിന് നീ തുടർച്ച നൽകണമേ നാഥ. അതിനുവേണ്ടി മാനസികമായി, ശാരീരികമായി, കുടുംബപരമായി, ആരാധനാപരമായി, ഖുർആനികമായി ഒരുക്കവും ആസൂത്രണവും നടത്തുന്ന ഉത്ബുദ്ധരിൽ, വിവേകികളിൽ, ബുദ്ധിമാന്മാരിൽ, ബുദ്ധിമതികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. മരണാനന്തര ജീവിതത്തിൽ സൗഭാഗ്യവും സന്തോഷവും അനശ്വര മോക്ഷവും ലഭിക്കുന്ന ജീവിത വിധിവിലക്കുകൾക്ക് പ്രയോറിറ്റിയും പ്രിഫറൻസും മുൻഗണനാക്രമവും പ്രഥമ പ്രാധാന്യവും കൊടുക്കുന്ന രക്ഷിതാക്കളിൽ, അങ്ങനെയുള്ള മക്കളിൽ, ഇണകളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുവെ, നിന്റെ ദീനിനെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആചരിക്കുന്ന ആദർശ വിശുദ്ധിയുള്ളവരിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. അള്ളാഹുവെ, റമദാനിലെ എല്ലാ കർമ്മങ്ങളെയും നീ കബൂൽ ചെയ്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെയുള്ള പ്രവേശനം നീ സാധ്യമാക്കി തരണമേ. റമദാനിലും പെരുന്നാളിലും അരക്ഷിതമായി ജീവനുകൾ നഷ്ടപ്പെട്ട പലസ്തീനിലെ ഗസ മണ്ണ് അള്ളാഹുവെ, അവർക്ക് നീ അതിജീവനം നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കുന്നതിൻ്റെ ചെറിയ ചെറിയ തിളക്കങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അനുഭവിക്കുന്നുണ്ട് നാഥ. സമ്പൂർണ്ണമായി വിമോചനത്തിലേക്ക് നീ എത്തിക്കണമേ നാഥ. കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫറത്ത് നൽകണമേ നാഥ. റമദാൻ കാലയളവിൽ വേർപെട്ടു പോയ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ഞങ്ങളുടെ കുടുംബ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, അവരുടെ ബർസഖിയ ജീവിതം നീ സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കണമേ നാഥ. കിടപ്പ് രോഗികൾ, പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞവർ, ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ, അവർക്കൊക്കെ അവരുടെ ചികിത്സ നീ ഫലപ്രദമാക്കി തീർക്കണമേ. മാറാ രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ സംരക്ഷിക്കണമേ നാഥ. എല്ലാ പരീക്ഷണങ്ങളെയും തവക്കുൽ കൊണ്ട് അതിജീവിക്കുവാനുള്ള തൗഹീദി ബോധം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്.